2023 അവസാനത്തില് ഈ എറപ്ഷൻ ഉണ്ടാവുകയും ലാവ വരികയും ചെയ്തപ്പോൾ ആ ലാവയുടെ മാർഗമധ്യയുള്ള ഒരു ടൗൺഷിപ്പ് അല്ലെ 4000-ഓളം ആളുകളെ ഗവൺമെന്റ് മാറ്റി പാർപ്പിച്ചു. ചന്ദ്രനിലെ മൂൺ ലൈക്ക് റോക്സ് എന്നാണ് പറയുന്നത്. മൂണിലുള്ള റോക്സിന് തുല്യമായ റോക്സ് ആണ് ഈ പ്രദേശത്തുള്ളത്. ഈ ഐസ്ലൻഡ് ഒരുപാട് ഹോളിവുഡ് ഫിലിംസിന്റെയും വെബ് സീരീസിന്റെയും ഒക്കെ ഷൂട്ടിങ്, ഗെയിം ഓഫ് ത്രോൺസ് ആ സീരീസ് മൊത്തം ഐസ്ലൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ യാത്രയില് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മരമില്ല. ഈ ലാൻഡ്സ്കേപ്പുകളിലൊന്നും ഒരൊറ്റ മരമില്ല. അതായത് കുറ്റിച്ചെടികൾ പോലുമില്ല. മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മാറ്റം ഇങ്ങനെയാണ് പണ്ട് നമ്മളുടെ നാടൊക്കെ ഇങ്ങനെയാണ് ആയി വന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. തലേ ദിവസത്തെ ബ്ലൂ ലഗൂണിലെ വിശാലമായ കുളിയും സോണാബാത്തും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഫ്രഷായി തിരിച്ച് റൂമിലെത്തി. ഡിന്നറൊക്കെ ആ ഹോട്ടലിൽ തന്നെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി. കാരണം രാവിലെ നേരത്തെ നമ്മൾ പുറപ്പെടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സെൽഫോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സെൽഫോസിലേക്ക് പോയ പിന്നെ 2 ദിവസം 2 രാത്രി സെൽഫോസിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടുന്ന് പെട്ടി കിടക്കൊക്കെ ആയിട്ട് വണ്ടിയിൽ പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവും. സെൽഫോസ് ക്രോസ് ചെയ്ത് അപ്പുറം കിടന്ന് അവിടെ കാണാനുള്ളൊരു വെള്ളച്ചാട്ടവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അത് കണ്ടിട്ട് ഈവനിങ്ങിൽ തിരിച്ച് ഹോട്ടൽ സെൽഫോസിലേക്ക് വരും. ആ സ്ഥലത്തിൻ്റെ പേരും സെൽഫോസ് എന്നാണ്. അങ്ങനെയാണ് പദ്ധതി. അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാവരും നേരത്തെ എഴുന്നേറ്റ് ഹോട്ടലിൻ്റെ പുറത്തേക്ക് വന്നു. വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ ലഗേജസ് എല്ലാം കയറ്റി. പക്ഷെ കുറച്ച് ട്രാവലേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരോട് പറഞ്ഞ ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ ആ സമയം ഉപയോഗിക്കാന്ന് കരുതി ഞാനും ഉണ്ണിയും നൗഷാദും നാസിയും ഒക്കെ ആ പരിസരത്ത് നിന്ന് ആ ഹോട്ടലിന്റെ അപ്പൊ നമ്മൾ തലേ ദിവസം വന്ന് ഇറങ്ങിയതും അകത്തേക്ക് കയറിയതുമായിട്ടുള്ള ഒരു ഫേസ് ആണ് ഇതിന്റെ ഫ്രണ്ടേജ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മറുവശത്തേക്ക് നടക്കുമ്പോ ആണ് അതിന്റെ ശരിക്കുള്ള ഫ്രണ്ട് സൈഡ്, ആ ഹോട്ടൽ പാർക്കിന്റെ ഫ്രണ്ട് സൈഡ്. ഐസ്ലാൻഡില് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ പാർക്ക് ഇൻ. അതിൻ്റെ മുമ്പിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്കൾപ്ചർ വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മുഖം, ഒരു പാറയിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖം. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അവിടെ ഓപ്പോസിറ്റ് അതിന്റെ മുമ്പിലുള്ള സൈഡിലുള്ള അപ്പുറത്തെ സൈഡിൽ ഒരു വാള് മുഴുവൻ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾ പെയിന്റിങ് ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ മോർണിംഗിന്റെ ഒരു ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വാഹനത്തിരക്ക് തീരെ ഇല്ല. അപ്പൊ റോഡിന്റെ നടുവിലുള്ള സീബ്ര ലൈനിലൊക്കെ നിന്നിട്ട് ചില ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അവിടെ അതിന്റെ സൈഡിലൂടെ നടക്കുന്നതും ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതും പുറത്തേക്ക് ഇറങ്ങി വരുന്നതുമായിട്ടൊക്കെ കുറെ വീഡിയോസ് എടുത്തു. എപ്പോഴും ഈ യാത്രയിൽ കൂടെ ഉണ്ണി, നൗഷാദും ഈ നാസി ഉണ്ടെങ്കിലത്തെ ഒരു സൗകര്യം, അത്തരം യാത്രകളിൽ എൻ്റെ കുറെ വീഡിയോസ് ഉണ്ടാവും. അല്ലാത്ത അവര് 3 പേരും ഇല്ലാത്ത യാത്രകളാണെന്നുണ്ടെങ്കിൽ ആ യാത്രകളിൽ എൻ്റെ വീഡിയോസ് വളരെ കുറവായിരിക്കും. ഞാൻ എടുക്കുന്നതുണ്ടാവും, എൻ്റെ വോയിസ് ഉണ്ടാവും എന്നല്ലാതെ എൻ്റെ ചിലപ്പോൾ വല്ല ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നല്ലാതെ നല്ല വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ യാത്രയിൽ ഇവര് കൂടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ചില വീഡിയോസൊക്കെ നാസി എടുത്തരും. നാസി അതിൻ്റെ എക്സ്പെർട്ടാണ്. മറ്റേ വീഡിയോസ് ഉണ്ണി നന്നായിട്ട് എടുക്കും. നൗഷാദ് ഇത്തിരി പുറകിലാണ്. ഇപ്പൊ
ഇവരുടെ കൂടെ കൂടിയിട്ട് നൗഷാദും അത് വീഡിയോസൊക്കെ എടുക്കാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ രാവിലെ ഹോട്ടലിൻ്റെ പുറത്ത് ഉള്ള വെയിറ്റിംഗ് ടൈം നമ്മൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്ത് അപ്പോഴേക്കും എല്ലാ ട്രാവലേഴ്സും എത്തി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. I'm going to tell everybody about if you look here in front of you, you see the gases coming up from the new lava field over there. You see it's rising up, the gases and smoke. That's where the യാത്രയിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മരമില്ല. ഈ ലാൻഡ്സ്കേപ്പുകളിലൊന്നും ഒരൊറ്റ മരമില്ല. അതായത് കുറ്റിച്ചെടികൾ പോലും ഇല്ല. മോസ് എന്ന് അവർ വിളിക്കുന്ന ഒരു പച്ച പുല്ല്, പച്ച കളറിലെ പുല്ല് പോലെ ഉള്ള ഒരു സാധനം പടർന്നിട്ടുണ്ടല്ലാതെ വേറെ ഒരു സാധനമില്ല. പച്ചപ്പുല്ല്, ഈ മോസ് പരന്ന് കിടക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് അത് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ വന്നിട്ടുള്ള ലാവ ഉറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അത് ലാവ ഉറഞ്ഞ് തണുത്ത ലാൻഡാണ്. അപ്പൊ അവിടെ ഈ മോസ് എന്ന് പറയുന്ന ഈ ചെടി, ഈ പുല്ല് പോലെയുള്ള സാധനം വളരാൻ തുടങ്ങി. കറുത്ത നിറത്തിൽ കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള ലാവയാണ്. റീസെന്റ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ലാവ ഉറഞ്ഞിട്ടുള്ളതാണ് കറുപ്പ് നിറത്തിൽ കാണുന്നത്. അതിൻ്റെ മീതെ മോസ് വന്നു തുടങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെ ചൂടും കാര്യങ്ങളും ഒന്നും തണുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഭൂമിയുടെ ഒരു എവല്യൂഷനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആദ്യം ഇതൊരു തീഗോളമായിരുന്നു, ചുട്ടുപഴുത്ത് കിടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എത്രയോ വർഷങ്ങൾ, മില്യൺ വർഷങ്ങൾ കൊണ്ട് ഇത് തണുത്തുറഞ്ഞ് പിന്നീട് വെള്ളം മൂന്നിൽ 2 ഭാഗം വെള്ളമായി, മറ്റ് പിന്നെ കരയായിട്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ എത്രയോ മില്യൺ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു എവല്യൂഷൻ നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്പാനാണ്. ഇപ്പം ഒരാൾ പരമാവധി ജീവിക്കുക ഒരു 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും അയാൾക്ക് ഈ ഭൂമിയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും കാണാൻ പറ്റില്ല. കാരണം അത്രയും ടൈം എടുത്ത് വളരെ മൈന്യൂട്ടായിട്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മാറ്റം ഇങ്ങനെയാണ് പണ്ട് നമ്മളുടെ നാടൊക്കെ ഇങ്ങനെയാണ് ആയി വന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ആ ചേഞ്ചിങ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ഈ ഐസ്ലാൻഡ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഹിമാലയം ആണ് നമ്മളുടെ ഏറ്റവും പഴക്കമുള്ള മൗണ്ടൻസ്. അങ്ങനെയല്ല. ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും പഴക്കമുള്ള മൗണ്ടൻസ് നമ്മുടെ പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടം ഉണ്ടാവുന്നത് ഈ ലാൻഡുകൾ തമ്മിൽ കൂട്ടി ഇടിച്ച് ഇടിച്ചിട്ട് ഉയർന്നു പോയ സ്ഥലമാണ് പശ്ചിമഘട്ടമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കൂട്ടിയിടി നടക്കുന്നതിന് മുമ്പ് ഈ കേരളം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് വന്ന് ഇടിക്കുന്നോടത്ത് കൂടിയിട്ടുണ്ടായ ആ കരയാണ് കേരളം. അത് പറയുന്നത് ആഫ്രിക്കയുടെയോ ഓസ്ട്രേലിയയുടെയോ ഒക്കെ ഏതോ സൈഡിൽ നിന്ന് ഭൂമി അടർന്ന് നീങ്ങി മൂവ് ചെയ്ത് വന്ന് ഇവിടെ ഈ ഇന്ത്യൻ വൻകരയുടെ സൈഡിൽ വന്ന് ഇടിച്ചിട്ട് അതിങ്ങനെ ഫിക്സായി. ഇടിച്ചപ്പോൾ ഉയർന്നിട്ടുണ്ടായതാണ് പശ്ചിമഘട്ടം. അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എഗെയിൻ ഇതുപോലെ ഒരു കൂട്ടിയിടി ഉണ്ടായപ്പോഴാണ് ഹിമാലയം ഉണ്ടാകുന്നത്. അപ്പോൾ
പശ്ചിമഘട്ടം ഉണ്ടായി കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഹിമാലയം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ എത്രയോ വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ. അപ്പൊ ഈ ലാൻഡുകൾ തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് ഉണ്ടാകുന്ന ഉയർച്ചയാണ് ഹിമാലയം. അതുപോലെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലാൻഡിൻ്റെ ഭൂമിയുടെ ഉള്ളിലുള്ള ചില പാളികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാഗ്മ എന്ന് എന്താണ് അവർ പറയുന്നത്. ഇതിങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ വിള്ളലുകളിൽ നിന്ന് ഈ ലാവ പുറത്തു വരും. അഗ്നിപർവ്വത സ്ഫോടനം എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പർവ്വതവും ആ പർവ്വതത്തിൽ നിന്ന് ലാവാപ്രവാഹവും ഉള്ളതിനൊക്കെ കൂടുതൽ ലാവ ഈ ഭൂമിയിൽ വിള്ളലുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ആ പുറത്തു വരുന്ന ലാവ ഉറഞ്ഞതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഐസ്ലാൻഡിൻ്റെ ഈ ഉപരിതലം മുഴുവൻ. അത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഉണ്ടായ ലാവ ഉറഞ്ഞ സ്ഥലത്തിന് മീതെയാണ് ഇപ്പോൾ ഈ പുല്ല് പോലെയുള്ള ഈ മോസ് ഉണ്ടായിരിക്കുന്നത്. ഇനി അവിടെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവാൻ ഇനിയും ഒരുപാട് കാലം കഴിയേണ്ടി വരും. പിന്നെ അവിടെ ഭയങ്കര സ്നോഫോളും മഞ്ഞും ഐസും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം മരങ്ങളില്ലാത്തത്. ഈ കറുത്ത് കിടക്കുന്ന സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. എത്രയോ ആയിരക്കണക്കിന് ഏക്കേഴ്സ് ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലം ഇങ്ങനെ കറുപ്പ് കളറിലാണ്. ലൂസായിട്ട് ഇങ്ങനെ കിടക്കണ പോലെ നമുക്ക് തോന്നും. ചില സ്ഥലത്ത് നിന്ന് ചെറുതായിട്ട് ഇപ്പോഴും നീരാവി പോലെ ആവി ഇങ്ങനെ പുക പൊന്തുന്നുണ്ട്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ റീസെന്റ് ആയിട്ട് അവിടെ ലാവാപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. 2021 തൊട്ടിട്ട് 21, 22, 23 ലാവാപ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ചിലതായിരിക്കും അത് ഇനിയും മാറിയിട്ടില്ല. അപ്പൊ അതിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം കാല് അങ്ങനെ പൊള്ളി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചൂട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ട്. ഈ 1965 നീൽ ആംസ്ട്രോങ് അടക്കമുള്ള അപ്പോളോ ചന്ദ്ര ദൗത്യത്തിന് പോയ അപ്പോളോയിലുള്ള അസ്ട്രോണോട്സിനെല്ലാം ഇങ്ങോട്ട് അസ്ജ എന്ന അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ജ എന്നുള്ളതില്ല അവർക്ക്. അപ്പം അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നറിയില്ല. അസ്ജ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇവരെ കൊണ്ടുവന്നത്. അതായത് ചന്ദ്രന്റെ ഉപരിതലവും ഇതും വളരെ സിമിലർ ആണെന്നാണ് പറയുന്നത്. ചന്ദ്രനിലെ മൂൺ ലൈക്ക് റോക്സ് എന്നാണ് പറയുന്നത്. മൂണിലുള്ള റോക്സിന് തുല്യമായ റോക്സ് ആണ് ഈ പ്രദേശത്തുള്ളത്. അപ്പം ഇതിൽ നടക്കാനൊക്കെ സാധിക്കണം. നടക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നിങ്ങളുടെ കാല് ഒടിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ആംഗിൾസ് ട്വിസ്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഈ സ്ഥലത്ത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ പ്രത്യേകിച്ച് വായു ഒന്നുമില്ലാത്ത ചന്ദ്രനിൽ നടക്കുമ്പോൾ കൂടുതൽ റിസ്കിയാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു ഉപരിതലത്തിൽ നടക്കാനുള്ള ട്രെയിനിങ്, ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാനുള്ള ട്രെയിനിങ് കൊടുത്തത് ഈ അസ്ജ എന്ന് പറയുന്ന ഈ ഐസ്ലാൻഡിലെ സ്ഥലത്താണ്. ഞങ്ങള് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ദൂരെ ഒരു വലിയ ബിൽഡിംഗ് കാണിച്ചു തന്നു ഗൈഡ്. അത് ഐസ്ലാൻഡിലെ ഒരു ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് അത് മാത്രമേ ഉള്ളൂ തോന്നുന്നു, പ്രിസണാണ്. അവിടുത്തെ പ്രിസണാണ്. അത് നമ്മളവിടെ ഇറങ്ങി കാണാനൊന്നും പോയില്ല. ബസ്സിലിരുന്ന് നമ്മൾ ജസ്റ്റ് അത് കണ്ട് കടന്നുപോയി. ഐസ്ലാൻഡില് ഒരുപാട് ഈ എറപ്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് നടക്കും. പക്ഷെ വലിയ തോതിൽ അവസാനം ഉണ്ടായത് 2021 തൊട്ടിട്ട് 2023 വരെയാണ് വലിയ തോതിലുള്ള ഇറപ്ഷൻസ് ഉണ്ടായി. അപ്പൊ മെയിനായിട്ട് ഇവരിത് മുൻകൂട്ടി കണ്ടെത്താനും ഭൂചലനം തുടങ്ങുമ്പോൾ തന്നെ അത് തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് അത് മനസ്സിലാക്കാനൊക്കെ ഉള്ള ആധുനിക സൗകര്യങ്ങളുണ്ട്. അതുപോലെ ലാവ ഏത് ഭാഗത്തു നിന്ന് എവിടെ നിന്നാണ് വരാൻ പോകുന്നത് എന്നുള്ളത് അറിയാം. അപ്പൊ അത് സിറ്റികളെയും റോഡുകളെയും ഒന്നും ബാധിക്കാതെ പോകുന്നതിനുള്ള തടസ്സങ്ങൾ അവര് ആദ്യമേ ഗവൺമെന്റ് ചെയ്യും. അത് നമ്മൾ പോകുമ്പോൾ കാണാം ഇങ്ങനെ മണ്ണൊക്കെ ഇത്തിരി ഹൈറ്റിൽ കൂട്ടി പാരലായിട്ട് കൂട്ടി
ഇട്ടിരിക്കണതൊക്കെ കാണാം. അത് ഈ ലാവ ഇപ്പുറത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ്. പക്ഷെ ചില സമയത്ത് ഈ പ്രതിരോധത്തിനൊക്കെ കവച്ച് വെച്ചിട്ടൊക്കെ ലാവ പുറത്തേക്ക് വരും. പക്ഷെ ഇതൊരു സ്ലോ പ്രോസസ്സാണ്, വളരെ പതുക്കെയാണ് ഈ ലാവ വരിക. 2023 അവസാനത്തില് ഈ ഇറപ്ഷൻ ഉണ്ടാവുകയും ലാവ വരികയും ചെയ്തപ്പോൾ ആ ലാവയുടെ മാർഗമധ്യേ ഒരു ടൗൺഷിപ്പ് അല്ലെ 4000-ഓളം ആളുകളെ ഗവൺമെന്റ് മാറ്റി പാർപ്പിച്ചു. ആ ടൗൺഷിപ്പിന് സമീപത്ത് കൂടെ നമ്മളുടെ ബസ് ഇങ്ങനെ കടന്നുപോയി. ലാവാ പ്രവാഹം നശിപ്പിച്ച അബാൻഡൻ ആക്കിയ ഒരു ഉള്ളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അത് ലാവ വരുന്നതിന് മുമ്പ് അവരെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു, എർത്ത് ക്വേക്കും ഒക്കെ വരുന്നതിന് മുമ്പ്. ഒരുപാട് എർത്ത് ക്വേക്സ് ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ ഉൾഭാഗം മുഴുവൻ എല്ലാം വിണ്ട് കയറിപ്പോയി. പിന്നെ ചില വീടുകളുടെ മീതെ കൂടെ ലാവ കയറി ഇറങ്ങി. പക്ഷെ ഭാഗ്യത്തിന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സ്ഥലമൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ചില വീടുകളിൽ ഇപ്പൊ സാഹസികന്മാർ താമസിക്കുന്നുണ്ട്, ബാക്കി എല്ലാ സ്ഥലവും ഇവാക്യുവേറ്റഡ് ആണ്. ഈ കാണുന്ന മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട പോലെയുള്ളതൊക്കെ ലാവ വന്നു കഴിഞ്ഞാൽ അത് ജനവാസ മേഖലയിലേക്ക് വരാതിരി തടയുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലും ഗ്രിൻഡക് എന്നാണോ അല്ല, ഗ്രിൻഡക് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പാണ് അങ്ങനെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യിച്ച് നിർത്തിയത്. കാരണം എങ്ങനെ ഇവര് തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും ഈ ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാവും. ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാവുകയും അതിലൂടെ ഇത് വരും. അപ്പം അതിനെ തടയാൻ ഒരു മാർഗവുമില്ല. ടൗൺഷിപ്പിലുണ്ടായിരുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഒരു വശമൊക്കെ ഈ ലാവയുടെ ഒഴുക്കിൽ പോയി. ഒരുപാട് വീടുകളുടെ മുകളിലൂടെ ലാവ ഒഴുകിപ്പോയി. ഇപ്പൊ അവിടെ എല്ലാം ശാന്തമായി, എല്ലാം നോർമലായി. പക്ഷെ അവിടേക്ക് തിരിച്ച ആളുകൾ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ടൗൺഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ സാഹസികരായ ചിലർ തിരിച്ചു വന്ന് താമസിക്കുന്നുണ്ട് ചില വീടുകളിൽ. വളരെ അപൂർവമാണത്. പക്ഷെ മെജോറിറ്റി അവിടെ നിന്നും മാറി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി. ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഒരു മധ്യവയസ്കൻ എന്ന് പറയാമെങ്കിൽ ഹിമാലയത്തിന് യുവാവെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഐസ്ലൻഡിന് ബേബി എന്ന് വേണം പറയാൻ. അതായത് ജനിക്കുന്ന പ്രോസസ്സിലുള്ള അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ആ പ്രോസസ്സിലുള്ള ഒരു ബേബിയാണ് ഐസ്ലൻഡ് എന്ന് പറയാം. കാരണം ഐസ്ലൻഡിൽ ഇപ്പോഴും മാറ്റങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായി വരികയാണ്, ഒരു രാജ്യം ഉണ്ടായി വരികയാണ്, അല്ലെങ്കിൽ ഒരു വിശാലമായ ഒരു ലാൻഡ് ഉണ്ടായി വരിക എന്ന് പറയുന്ന ആ ഭൂമിയുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്ലീൻ ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഈ ലാവയിൽ നിന്ന് വരുന്ന ആ വാതകങ്ങളിൽ സൾഫറിന്റെ ഒക്കെ ഭയങ്കര പ്രസൻസ് ഉണ്ട്. അപ്പം പറയുന്നത് അത് ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് ഇത്തിരി കുഴപ്പമാണ്, ഇത്തിരി മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 2023 ലാവാ പ്രവാഹം തുടങ്ങിയിട്ട് 2024 അത് സ്ട്രീറ്റുകളിലേക്ക് എത്തി. അത്രയും ടൈം എടുത്തിട്ടാണ് ഇത് ലാവ ഒഴുകി വരുന്നത്. ഈ അടിയിലുള്ള പാളികള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവോൾവിങ് പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട് ഭൂമിക്ക് അടിയിലുള്ള പാളികള് ഇപ്പൊ നമ്മുടെ ഇവിടെ പശ്ചിമഘട്ടത്തില് ഹിമാലയത്തിലൊക്കെ ഈ പാളികൾ കൂട്ടി ഇടിക്കലാണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ ഇത് ഇങ്ങനെ അകന്നകന്ന് പോവാണ്. ഈ പാളികൾ തമ്മിൽ അകലാണ്. ഒരു വർഷം അത് ഭയങ്കര ഫാസ്റ്റാണ്. എന്നുവെച്ചാൽ സാധാരണഗതിയിൽ 0.0001 അല്ലെങ്കിൽ 0.05 ഒക്കെയാണ് ഈ
ഇടിക്കാനുള്ള ഈ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് അത്രയും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് 2 തൊട്ട് 3 സെന്റിമീറ്റർ വരെ ഒരു വർഷത്തിൽ ഈ പാളികൾ ഇങ്ങനെ അകലാണ്. ഈ ഭൗമ പാളികൾ ഇങ്ങനെ 2 തൊട്ട് 3 സെന്റിമീറ്റർ വരെ ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്. ആ അകലുന്ന പ്രോസസ്സിന് പറയുന്നത് മാഗ്മ എന്നാണ്. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ലഞ്ച് കഴിക്കാൻ കയറിയ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ലാവ എന്നാണ്. അതിൻ്റെ ഉള്ളില് ഒരു ബാർ കൗണ്ടറിൻ്റെ പേര് മാഗ്മ എന്നാണ്. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്നതിനൊന്നും ഭയങ്കര ആധികാരികതയില്ല കേട്ടോ. ഞാൻ ഒരു റിസർച്ച് സ്കോളർ ഒന്നുമല്ല. പക്ഷെ ഈ ഗൈഡ് പറഞ്ഞു തന്നതും നമ്മൾ വായിച്ച അറിഞ്ഞതും നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ഒരു യാത്രികൻ അയാളുടെ യാത്രയിൽ കണ്ട കാഴ്ചകൾ അയാളെ അത്ഭുതപ്പെടുത്തിയ, അയാളെ അമ്പരപ്പെടുത്തിയ, അയാൾക്ക് കളക്റ്റീവായിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ കണക്കുകളിലുള്ള വല്ല ചെറിയ വ്യത്യാസങ്ങളുടെ പേരിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കരുത്. യാത്ര അങ്ങനെ തുടരുകയാണ്. പക്ഷെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, ലാൻഡ്സ്കേപ്പുകളെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കൊതിപ്പിക്കുന്ന ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഈ വണ്ടി കടന്നു പോകുന്നത്. നമുക്ക് പണ്ട് കാലത്തായിരുന്നെങ്കിൽ പ്രിയൻ സാറിൻ്റെ സിനിമകളിൽ ഈ കറുത്ത മണ്ണിൽ ഒരു മഞ്ഞയോ ചുവപ്പോ കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ച നർത്തകിമാരിങ്ങനെ നൃത്തം ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ ഭാവനയിൽ കാണാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള വഴികളാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഫയർഫോഴ്സ് പോലത്തെ ഡിപ്പാർട്ട്മെന്റ് ആണോ, ഫയർ ഡിപ്പാർട്ട്മെന്റ് ആണോ എന്നറിയില്ല, അവിടെ സൈഡിൽ നിൽക്കുക. അവർ ചില ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് ട്രാഫിക് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു, ആദ്യം എന്താ ആക്സിഡന്റ് ഉണ്ടായോ എന്നാണ് എല്ലാവരും സംശയിച്ചത്. പക്ഷെ ആക്സിഡന്റ് ഒന്നും കണ്ടില്ല അവിടെ. പക്ഷെ എന്താ സർവേ പോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു. പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ മീതെ ഒരു പഴയ പാലമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് മോസ് ഉള്ള ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ കൃഷി ഒക്കെ നടക്കുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. അപ്പൊ അവിടെ എന്താണ് കൃഷി ചെയ്യണമെന്നുള്ളതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ വൈക്കോല് ഇവിടെ ഇപ്പൊ പണ്ട് യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കാണും, കൃഷി കഴിഞ്ഞ് ഗോതമ്പ് പാടങ്ങളിലൊക്കെ കൃഷി കഴിഞ്ഞിട്ട് അതിന്റെ വൈക്കോല് ഇങ്ങനെ വലിയ റോളാക്കി വെക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ട് ചെറിയ റോള് ആക്കുന്ന മെഷീനൊക്കെ ഉണ്ട്, ഈ മെതിയന്ത്രങ്ങളൊക്കെ വന്നതിന് ശേഷം. അതുപോലെ എന്തോ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ബോക്സ് ഷേപ്പിൽ ചെയ്തിട്ട് അത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇങ്ങനെ ഈ ഗ്രീനായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വലിയ വലിയ ബണ്ടിൽസ്, അത് ഓരോന്നൊരു കിൻഡലൊക്കെ ഉണ്ടാവും. അങ്ങനെ ബണ്ടില് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കണം. അപ്പൊ അവർ പറയണത് ഈ കാലികൾക്കുള്ള ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പുല്ലുണ്ട്. ആ പുല്ല് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാസ്റ്റിക് ഇതുകൊണ്ടൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷികൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ, അതായത് അവിടെയൊക്കെ ലാവ വന്നിട്ട് ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ലാവ പ്രവാഹത്തിൽ പെടാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കൃഷിക്കൊക്കെ ഉള്ളൊരു സാധ്യത. നല്ല വെള്ളമുണ്ട്. ഈ ഗ്ലേഷ്യേഴ്സിന്ന് ഉരുകിയിട്ട് വരുന്ന വെള്ളം പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ ഈ ഗ്ലേഷ്യേഴ്സിന്ന് ഉരുകി വരുന്ന വെള്ളം നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലുള്ള സ്ഥലം സെൽഫോസ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഹോട്ടൽ സെൽഫോസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്.
സെൽഫോസ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വേണം. സെൽഫോസ് സാമാന്യം വലുപ്പമുള്ള ഒരു ടൗൺഷിപ്പാണ്. സെൽഫോസ് കടന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഈ പ്രകൃതിയൊക്കെ ഇതുപോലെ മനോഹരമായിട്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്ന് കാണാം. അപ്പോൾ വണ്ടി അങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഗൈഡ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അതായത് ഇവിടെ നമുക്കൊരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ കാണാൻ പോകുന്ന യഥാർത്ഥ വാട്ടർഫാൾസ് വരാൻ പോവുകയുള്ളൂ, ഇവിടെ നിങ്ങളൊരു 15 മിനിറ്റ്സേ സ്പെൻഡ് ചെയ്യാൻ പാടുമെന്ന് ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ആ വാട്ടർഫാൾസിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത്, ഒരു ചെറിയ വാട്ടർഫാളാണ്. ഈ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അൺഈവണായിട്ടുള്ള സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ ചെല്ലണം. ഇത് നമ്മൾ ബസ് കൊണ്ടുവന്ന് നിർത്തുന്ന അത് ഒരു പ്ലേറ്റാണ്, അല്ലെങ്കിൽ ഒരു ലാൻഡിൻ്റെ ഒരു പരന്ന ലാൻഡാണ്. അതിൻ്റെ ആ ലാൻഡിനോട് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന പോലെ ഹൈറ്റുള്ള മറ്റൊരു പ്ലേറ്റ്, ഈ ഭൂമിയുടെ മറ്റൊരു പ്ലേറ്റ്, ആ അപ്പുറത്ത് എവിടുന്നോ ഒഴുകി വരുന്ന വെള്ളം ആ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന വെള്ളച്ചാട്ടം. അപ്പൊ വെച്ചാൽ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് വരെ പോവാം, ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ മുകളിലേക്ക് കയറാം. അതൊരു ഡിഫറൻസ് ആണ്. നമ്മളുടെ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന്, നമ്മുടെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭയങ്കര ഉയരമുള്ള മലകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് താഴേക്ക് വീഴുന്നു. ആ സ്ഥലവും താഴോട്ട്, അവിടെ നിന്നും താഴോട്ട് ഇറക്കവും ഒക്കെ ഉള്ള അങ്ങനെയുള്ള അൺഈവണായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ഒരു സൈഡ് ഇങ്ങനെ ഒരു ടേബിൾ ടോപ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ആ ടേബിൾ ടോപ്പിന്റെ എൻഡിൽ ഭൂമി ഉയർന്ന് നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ അതൊരു ടേബിൾ ടോപ്പ് പോലെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പരന്നു കിടക്കുന്ന സ്ഥലത്തിലൂടെ ഒഴുകി വരുന്ന ഈ ഗ്ലേഷ്യേഴ്സിൽ നിന്നൊക്കെ ഉള്ള ഐസ് ഉരുകിയിട്ട് വരുന്ന വെള്ളം ആ സ്ഥലത്തൂടെ ഒഴുകി വന്നിട്ട് ആ പ്ലേറ്റിലൂടെ ഒഴുകി വന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് വീഴുന്നു. അത് നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും എന്താ പറയണ്ട, സ്മൂത്തായിട്ടാണ് ആ വാട്ടർഫാൾസിൻ്റെ ഒക്കെ ഒരു പ്ലേസ്മെന്റ്. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ്. ഞങ്ങൾ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ വീണ്ടും ബസ്സിലേക്ക് കയറി വീണ്ടും യാത്ര തുടർന്നു. അടുത്ത വാട്ടർഫാൾസ്, അതാണ് ശരിക്കുള്ള വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത്. ആ വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ ഒരു ഏരിയ, അവിടെ ഒത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിശാലമായ ഒരു ഏരിയ. അവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ രണ്ട് വാട്ടർഫാൾസിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ അവിടെ വെള്ളത്തിന് സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടാവും. പോകുന്ന വഴിക്ക് ഒരു നദിയുണ്ട്, ഒൽഫോസ റിവർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ആ നദിയുടെ വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഏരിയയിൽ കൃഷിയുണ്ട്. കൃഷി ധാരാളം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഐസ്ലൻഡ് ഒരുപാട് ഹോളിവുഡ് ഫിലിംസിന്റെയും വെബ് സീരീസിന്റെയും ഒക്കെ ഷൂട്ടിങ്, ഗെയിം ഓഫ് ത്രോൺസ് ആ സീരീസ് മൊത്തം ഐസ്ലൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ജെയിംസ് ബോണ്ടിന്റെ ഒരുപാട് സിനിമകൾ. ഇപ്പൊ നമ്മളൊരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കാൻ നമുക്ക് അതിനുള്ള ബജറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഹോളിവുഡിന് അവർ ആഗ്രഹിക്കുന്ന നടക്കാനുള്ള ബജറ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരവിടെ ഡെഫിനറ്റ്ലി ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ അത്തരം സിനിമകൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൗബോയ് ഫിലിംസിൻ്റെ ഒക്കെ കുറേ പോർഷൻസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ദിൽവാലെ എന്ന് പറയുന്ന സിനിമ, ഷാറൂഖ് ഖാൻ അഭിനയിച്ച സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ ഇതിനടുത്ത പ്രദേശത്താണ് നടന്നതെന്നൊക്കെ ഗൈഡ് പറഞ്ഞു തന്നു. ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നുപോയി അടുത്ത വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ഫുൾ ടൈം റെയിൻബോ ഉള്ള വെള്ളച്ചാട്ടമാണ്. അത് അവിടുത്തെ ആ ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും
ഫുൾ ടൈം ഒരു റെയിൻബോ ഉണ്ട് എപ്പോഴും. നേരത്തെ കണ്ട ഇതിനേക്കാൾ കുറെ കൂടി വലിയ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ ഒരു അളവുകൾ 25 മീറ്റർ വിഡ്ത്തുണ്ട്, 60 മീറ്റേഴ്സ് ഹൈറ്റുണ്ട്. 25 മീറ്റർ വിഡ്ത്തും 60 മീറ്റർ ഹൈറ്റും ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ. അത് നമ്മൾ ചെല്ലുമ്പോൾ അപ്പം ഈ വെള്ളം ഇത്തിരി കുറവുള്ള സമയമാണെന്ന് തോന്നുന്നു. അപ്പം ഈ റെയിൻബോ ഉണ്ട് അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോൾ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈ 60 മീറ്റർ ഹൈറ്റ് സൈഡിൽ കൂടെ കയറിയിട്ട് ഏറ്റവും മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ വ്യൂ കാണുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആകെ 25 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത് അവിടെ. അപ്പം അതിൻ്റെ മീതിക്ക് കയറാൻ തന്നെ 20-25 മിനിറ്റ്, അരമണിക്കൂർ പിടിക്കും. അതിന് ഞങ്ങൾക്കാർക്ക് മുകളിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ താഴെ മഴവില്ലും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ കപ്പിൾസ് അവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആഫ്റ്റർ വെഡ്ഡിങ്, പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ് പോലെ അവിടെ ഷൂട്ടിങ് ഒക്കെ നടക്കുന്നത്. ഞാനപ്പോൾ അതൊക്കെ വീഡിയോയിൽ കവർ ചെയ്തു. പിന്നെ ഭയങ്കര ഭംഗിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 തട്ടായിട്ട് ഭൂമി കിടക്കുന്നു. മീദത്തെ തട്ടിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് വെള്ളം താഴേക്ക് വരുന്നു. ആ വെള്ളച്ചാട്ടത്തിൽ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അടുത്ത് ഞങ്ങൾക്ക് പോകാനുള്ളത്, അത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ബ്ലാക്ക് ബീച്ചിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ബ്ലാക്ക് ബീച്ച് ഒരു കടൽ തീരം, നമ്മൾ പഞ്ചാര മണൽ തീരങ്ങൾ നമുക്ക് പരിചിതമാണ്. ഇത് കറുപ്പ് ബീച്ച്. അവിടെയുള്ള മണലും അവിടെയുള്ള പാറയും അവിടെയുള്ള പെബിൾസും എല്ലാം ബ്ലാക്കാണ്. ഞാൻ അവിടുന്ന് കുറച്ച് കല്ലുകൾ പറക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോർബിഡൺ ആണ്. ഒന്നും എടുക്കാൻ പറ്റില്ല, അനുവദനീയമല്ല, ശിക്ഷാർഹമാണ്. ഞാനങ്ങ് സങ്കടത്തോടു കൂടി കുറേ കല്ലെടുത്ത് കയ്യിൽ വെച്ച് കുറച്ച് നേരം കയ്യിൽ കൊണ്ടു നടന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. പെബിൾസ്, ബ്ലാക്ക് പെബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാന്ന് പറയും. നമ്മൾ ഈ പെബിൾസ് വിൽപ്പനക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും. ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇനി പോകേണ്ടത്. ആ കഥ അടുത്ത എപ്പിസോഡിൽ.